നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ രണ്ടാം വട്ട സമാധാന ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഇസ്ലാമാബാദിൽ വന്നിറങ്ങുന്ന ചിത്രമാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ചർച്ച. എന്നാൽ ആദ്യവട്ട ചർച്ച പോലെ അത്ര ശുഭകരമല്ല രണ്ടാം വട്ട ചർച്ചയുടെ പശ്ചാത്തലം. എന്താണ് നിലവിലെ സാഹചര്യം, എന്താണ് പ്രതീക്ഷ എന്നതൊക്കെ നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യവട്ട ചർച്ചയും അതിനുശേഷമുണ്ടായ തുറന്ന സമീപനവും പെട്ടെന്നാണ് കുളമായത്. US വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും അതൊക്കെ പേരിനായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. ഹോർമുസിൽ പുതിയ യുദ്ധമുഖം സമ്മർദ്ദ രൂപത്തിൽ തുറന്നു. വെല്ലുവിളികളുടെയും ഭീഷണികളുടെയും സ്വരം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉയർന്നു. ഇറാനും ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്തില്ല. എങ്കിലും യുദ്ധ സമാന സാഹചര്യത്തിൽ രണ്ടാം വട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. പ്രതീക്ഷകൾ അസ്ഥാനത്തല്ല. എങ്ങനെയെങ്കിലും ട്രംപിന് യുദ്ധം അവസാനിപ്പിച്ച് തടി കൈച്ചലാക്കണം. അതിന് നേരായ മാർഗമാണോ ചതിയുടെ മാർഗമാണോ സ്വീകരിക്കുന്നത് എന്നത് മാത്രമാണ് ലോകത്തിന്റെ ആശങ്ക. അമേരിക്കൻ സംഘം ഇപ്പോൾ രണ്ടാം വട്ട ചർച്ചയ്ക്ക് റെഡിയാണ്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്ണറും അടങ്ങുന്ന ടീം റെഡിയാണ്. എങ്കിലും നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. പകരം ഇറാന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പാകിസ്ഥാൻ അധികൃതർക്ക് കൈമാറുകയും അവർ വഴി അത് അമേരിക്കയെ അറിയിക്കുകയുമാണ് ചെയ്യുക. കഴിഞ്ഞ തവണ ഇറാൻ സംഘത്തെ നയിച്ച പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും അമേരിക്കയെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസും ഇത്തവണ ചർച്ചയ്ക്കെത്തുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇറാൻ നേരിട്ടുള്ള ചർച്ചകൾക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പാകിസ്ഥാൻ ഒരുക്കുന്ന സൗകര്യങ്ങളിലൂടെ നേരിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ 10 ആവശ്യങ്ങൾ അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. അത് നിലനിൽക്കെ തന്നെ US-ന്റെ ഡിമാൻഡുകൾ നേടിയെടുക്കാനും യുദ്ധവിജയം അവകാശപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുമാണ് അവർ ശ്രമിക്കുക. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കുക, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം ഉറപ്പാക്കുക എന്നീ നിബന്ധനകളിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള US ഉപരോധം നീക്കാതെ നേരിട്ടുള്ള ചർച്ചകൾക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറാണെങ്കിലും US ഇത്തരം കടുംപിടുത്തങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും എന്നതാണ് നിലവിലെ സാഹചര്യം. ട്രംപിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പ്രാഥമികമായി ധാരണകളിൽ എത്തിയാൽ ട്രംപ് നേരിട്ട് തന്നെ ചർച്ചകളിൽ പങ്കാളിയാകാനുള്ള സാധ്യതകൾ പോലും നിലവിലുണ്ട് എന്ന് റോയിട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇതേസമയം സ്വന്തം നിലനിൽപ്പിനായുള്ള തീരുമാനങ്ങൾക്കല്ലാതെ ശാശ്വത സമാധാനം എന്ന നീക്കം ട്രംപിന്റെ പദ്ധതിയിലുണ്ടോ എന്നതാണ് ഉയരുന്ന സംശയം. സാമ്പത്തികമായും US രാഷ്ട്രീയത്തിൽ ആഭ്യന്തരമായും കുരുങ്ങിക്കിടക്കുന്ന ട്രംപിന് മുന്നോട്ടു പോക്കാണ് പ്രധാനം. അതിന് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ഒരേ ഒരു പോംവഴി. അത്തരമൊരു ലക്ഷ്യത്തിൽ പക്ഷേ വിജയം പ്രഖ്യാപിക്കാനുള്ള വകുപ്പ് ട്രംപിന് വേണം. അതുകൊണ്ട് ചർച്ചകളുടെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ട്രംപിനുള്ള സമ്മർദ്ദങ്ങൾ പല രീതിയിലാണ്. അതിലൊന്ന് ആഭ്യന്തരമായുള്ളതാണ്. US-ലെ രാഷ്ട്രീയ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. തന്ത്രപരമായി ഒരു ആഗോള പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടു എന്നതാണ് വിലയിരുത്തലുകൾ. മുൻ US പ്രസിഡന്റുമാർ കൈകാര്യം ചെയ്ത രീതികളൊക്കെ ഉപേക്ഷിച്ച് ഭ്രാന്തമായ താൽക്കാലിക ഇൻട്രസ്റ്റുകൾ ട്രംപിന് നയിച്ചു. നെതന്യാഹു നിർബന്ധിച്ചു കൊണ്ടുപോയ പാതയിലൂടെ ട്രംപ് വഴി നടന്നു എന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അമേരിക്കക്കാകെയും എക്കാലത്തേക്കും ഡാമേജ് ഉണ്ടാക്കി. ഏറ്റവും ഒടുവിൽ വന്ന വെളിപ്പെടുത്തൽ ട്രംപിനെ കൂടുതൽ കുരുക്കിലേക്ക് നയിക്കുന്നതാണ്. ഇറാനുമായുള്ള സൈനിക സംഘർഷം തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും അമേരിക്കയുടെ സ്വയം പ്രതിരോധത്തിനുമായാണ് യുദ്ധം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് UN സുരക്ഷാ കൗൺസിലിന് കത്തയച്ചിട്ടുണ്ട് എന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമോപദേഷ്ടാവ് റീഡ് ഡി റൂബിൻസ്റ്റീൻ വ്യക്തമാക്കി. എന്നാൽ ഈ വെളിപ്പെടുത്തൽ ട്രംപിന്റെ ഇതുവരെയുള്ള പ്രസ്താവനകൾക്ക് വിപരീതമാണ്. ഇറാനെതിരായ യുദ്ധത്തിൽ ബാഹ്യശക്തികൾ പ്രേരണ നൽകിയിട്ടില്ല എന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ നെതന്യാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ഒന്നാം വട്ട ചർച്ചയ്ക്കിടെ JD വാൻസിനെ നെതന്യാഹു വിളിച്ച് ചർച്ച പൊളിച്ചു എന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. ഇത്തവണത്തെ ചർച്ചാ സമയത്ത് നെതന്യാഹു ക്യാൻസർ ചികിത്സയുടെ തുടർച്ചയായി ആരോഗ്യ പരിപാലനത്തിലാണ് എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയത്. യുദ്ധം നിർത്തേണ്ടി വന്നാൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് പല പ്രതിസന്ധികളും ഇത് ഉണ്ടാക്കും. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഭരണത്തിൽ തുടരൽ യുദ്ധം അതിനുവേണ്ടി അനിവാര്യമാണ്. അഴിമതി കേസുകളിൽ രാജ്യത്തിനകത്ത് വിചാരണ ചെയ്യപ്പെട്ട് പുറത്താക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. പുറത്താണെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ട അവസ്ഥ. അതിനെ മറികടക്കാനും രാജ്യത്ത് വിചാരണ ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ രാജ്യരക്ഷയെ ബന്ധപ്പെടുത്തിയുള്ള അടിയന്തരാവസ്ഥ ഉണ്ടാകണം. അത് നിലനിന്ന് പോകണം. ആ അവസ്ഥ ഗാസയെ ആക്രമിച്ചും ലബനനിൽ ആക്രമണം നടത്തിയും ഒടുവിൽ ഇറാനിൽ ആക്രമണം നടത്തിയും നെതന്യാഹു നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആഭ്യന്തരമായി പ്രതിരോധിച്ചു നിൽക്കുക, രാഷ്ട്രീയ മേധാവിത്വം
നിലനിർത്തുക, അങ്ങനെ അധികാരം നിലനിർത്തുക. അതിൻ്റെ യുദ്ധം അവസാനിക്കുമോ എന്ന ഭയവും നെതന്യാഹുവിനെ ഇടക്കിടക്ക് പിടികൂടും. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ കൂടിയാണ് എന്നത് ശ്രദ്ധേയമാണ്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ നെതന്യാഹുവിന് ക്യാൻസർ ബാധിച്ചിരുന്നു എന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നു. അത് സ്ഥിരീകരിച്ചുകൊണ്ട് നെതന്യാഹുവും രംഗത്തെത്തി. യുദ്ധത്തിന്റെ പാരമ്യത്തിൽ ഈ വിവരം പുറത്തു വരാതിരിക്കാൻ താൻ അഭ്യർത്ഥിച്ചിരുന്നതായി നെതന്യാഹു തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഇസ്രായേലിനെതിരെ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന് കൂടുതൽ തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ അവസരം നൽകാതിരിക്കാൻ ഞാൻ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് 2 മാസത്തേക്ക് മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്, മികച്ച ശാരീരികാവസ്ഥയിലാണ്. പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നമായിരുന്നു, അത് പൂർണ്ണമായും ചികിത്സിച്ചു, ഇപ്പോൾ അത് കഴിഞ്ഞു എന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. തൻ്റെ പ്രായത്തിലുള്ള പുരുഷന്മാർക്ക് ഇടയിൽ ഇത് വളരെ സാധാരണമാണ്. 2 ഓപ്ഷനാണുള്ളത്, ഒന്നുകിൽ ചികിത്സ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ തുടരാം. ഇങ്ങനെ 2 രീതിയിൽ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ 2ാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്, ചികിത്സ എന്നത് ആണ് അദ്ദേഹം പറഞ്ഞത്. അപകട സാധ്യതയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഉടനടി അതിനെ നേരിടുന്ന ആളാണ് ഞാനെന്നും അതുതന്നെയാണ് ഇവിടെയും ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു. 76 വയസ്സുകാരനായ നെതന്യാഹുവിന് 2024 ഡിസംബർ 21 ബെനിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ ചികിത്സിക്കാൻ ആദ്യ ശസ്ത്രക്രിയ നടത്തിയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് മെഡിക്കൽ രേഖ പുറത്തു വിട്ടുകൊണ്ട് വ്യക്തമാക്കിയത്. എന്നാൽ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഇതേ നെതന്യാഹുവിൻ്റെ തന്നെ കൊല്ലാനുള്ള ഓർഡറിനെ മറികടന്ന് സമർത്ഥമായി മുന്നോട്ട് പോവുകയാണ്. നെതന്യാഹുവിന് ഈ രീതിയിൽ കലിപ്പുണ്ട് താനും. തങ്ങളുടെ ഏജൻസികൾക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുജ്തബ എത്തിയതിൽ. ക്യാൻസർ ബാധിതനായിരിക്കുമ്പോഴും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബയെ ലക്ഷ്യമിട്ടുള്ള രഹസ്യാന്വേഷണം കൃത്യമായി നെതന്യാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പ്രയത്നിക്കുമ്പോഴും മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ കൊല്ലാനുള്ള ലക്ഷ്യം മാറ്റിവെച്ചിട്ടില്ല എന്ന്. എന്നിട്ടെന്താ, ലോകോത്തരം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ മൊസാദും അമേരിക്കയുടെ CIA മുജ്തബയെ തേടി പരക്കം പായുകയാണ്. മുജ്തബ US ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളെ സമർത്ഥമായി കബളിപ്പിച്ച് രഹസ്യ കേന്ദ്രത്തിൽ കഴിയുകയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കണ്ടുപിടിക്കാതിരിക്കാൻ സൈന്യവും മറ്റുള്ളവരുമായൊക്കെ ബന്ധപ്പെടാൻ വലിയ ചങ്ങല രൂപത്തിലുള്ള സംവിധാനമാണ് അത്ര ഒരുക്കിയിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രസ്താവനകളിലൂടെയോ ടെലിവിഷനിലൂടെയോ ആണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പുറത്തു വരുന്നത്. സുരക്ഷാ ഭീഷണി മൂലം മുജ്തബ രഹസ്യ കേന്ദ്രത്തിലാണ്. റവല്യൂഷണറി ഗാർഡ് കമാൻഡോമാരെ വരെ അകറ്റി നിർത്തുകയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരെ പോലും നേരിട്ട് സന്ദർശിക്കുന്നില്ല. ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എങ്കിലും മാനസികമായി പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. ആരോഗ്യം മെച്ചപ്പെടുത്താൻ കടുത്ത ചികിത്സയിലുമാണ്. ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ കൂടിയായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനും ആരോഗ്യമന്ത്രിയുമാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ന്യൂയോർക്ക് ടൈംസിന്റെ നീക്കം ഇറാന്റെ സുരക്ഷയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ശത്രുക്കളുടെ മാധ്യമ പ്രവർത്തനമാണ് എന്ന് മുജ്തബ എക്സിലൂടെ വിമർശിച്ചു. US-ഉമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി ഉപാധികളെക്കുറിച്ച് അദ്ദേഹവുമായി ഇറാൻ നേതൃത്വം ആശയവിനിമയം നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. സമാധാന ചർച്ചയ്ക്കിടയിലും നാറ്റോ രാജ്യങ്ങളോടുള്ള കലിപ്പ് തീർക്കാൻ ട്രംപ് സമയം കണ്ടെത്തുന്നുണ്ട്. യുദ്ധത്തിൽ സഹായം തേടി എങ്കിലും നാറ്റോ ഒന്നടങ്കം കൈയൊഴിഞ്ഞിരുന്നു. ഹോർമൂസിലടക്കം സൈനിക നടപടിക്കും അവർ പിന്തുണ നൽകിയില്ല. ഇസ്രായേലിൻ്റെയും ഇറാന്റെയും യുദ്ധത്തിൽ തങ്ങൾക്ക് കക്ഷി ചേരാനാകില്ലെന്ന നിലപാട് അവർ ഒന്നടങ്കമെടുത്തു. നാറ്റോ രാജ്യങ്ങളോട് പ്രതികാര നടപടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ സ്വന്തം വ്യോമപാത വരെ നിഷേധിച്ച സ്പെയിനിനെതിരെയാണ് ട്രംപിന്റെ സകല കലിപ്പും. സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കാൻ നടപടിയെടുക്കും എന്ന് പെന്റഗൺ തന്നെ ഒടുവിൽ പ്രഖ്യാപിച്ചു. പെന്റഗൺ ഉദ്യോഗസ്ഥർക്ക് അയച്ച ഇമെയിലിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇറാനെ ആക്രമിക്കുന്നതിന് സ്പെയിനിലെ വ്യോമ നാവിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് സ്പെയിൻ പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസ് തന്നെ പറഞ്ഞിരുന്നു. ഇറാൻ യുദ്ധത്തിലെ US ഇസ്രായേൽ നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണ് എന്ന നിലപാടിൽ സ്പെയിൻ ഉറച്ചു നിൽക്കുകയാണ്. നാറ്റോയിൽ നിന്ന് പുറത്താക്കാനുള്ള US നീക്കത്തോട് ഇതുവരെ സ്പെയിൻ പ്രതികരിച്ചിട്ടില്ല. ബ്രിട്ടനോടുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായി ഫോക്ലാൻഡ് ദ്വീപുകൾക്ക് മേൽ അവരുടെ അവകാശം അംഗീകരിക്കുന്ന US നിലപാട് പുനഃപരിശോധിക്കണം എന്ന് പെന്റഗൺ നിർദ്ദേശിച്ചതാണ് ഇതിലെ നിർണായക നീക്കം. അർജന്റീനയും അവകാശം ഉന്നയിക്കുന്ന ദ്വീപാണ്. നേരത്തെ UK ഒപ്പമായിരുന്നു അർജന്റീനയുടെ ആ നിലപാടിൻ്റെ സാഹചര്യത്തിൽ. പക്ഷേ ഇനി അത് വേണ്ടെന്നാണത്രേ ട്രംപിൻ്റെ നിലപാട്. യുദ്ധത്തെ പിന്തുണയ്ക്കില്ല എന്നും ഹോർമുസിൽ US-ന്റെ നാവിക ഉപരോധത്തിൽ സഹകരിക്കില്ല എന്നും ബ്രിട്ടൻ നിലപാടെടുത്തത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രതികാരമാണ് നിലവിലെ നിലപാട് എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിന് പിന്നാലെ ബ്രിട്ടൻ ഇക്കാര്യത്തിൽ US-ന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നു. ബ്രിട്ടൻ അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ട്രംപിന്റെ സമ്മർദ്ദത്തിന് അവർ വഴങ്ങില്ല. ഏതെങ്കിലും രാജ്യത്തിനെതിരെ ഈ പ്രശ്നം ഉന്നയിച്ച നടപടിക്ക് നീങ്ങിയാൽ അത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാട് അവർ എടുത്തിട്ടുണ്ട്. നേരത്തെ ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് എടുത്ത ഏകാധിപത്യ സമീപനത്തിനെതിരെ നാറ്റോ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരുന്നു. സൈനിക സംവിധാനങ്ങൾ വരെ അങ്ങോട്ട് അയച്ചതാണ്. അന്ന് തുടങ്ങിയതാണ് നാറ്റോയോടുള്ള ട്രംപിന്റെ പക. നാറ്റോയെ മറികടക്കാൻ പല മാർഗങ്ങൾ ഇറാൻ യുദ്ധകാലത്ത്
ട്രംപ് സ്വീകരിച്ചിരുന്നു. ഹോർമുസിന് വേണ്ടി സഖ്യം, ലോക സുരക്ഷയ്ക്ക് വേണ്ടി ഇറാനെതിരായി സായുധ സഖ്യം, എണ്ണ പ്രതിസന്ധി മുൻനിർത്തിയുള്ള ഏകോപിത നീക്കം ഒക്കെ ഉണ്ടായി. പക്ഷേ കാര്യമായി ആരും സഹകരിച്ചില്ല. എല്ലാം പൊട്ടിപ്പാളീസായി. ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ സമ്മർദ്ദവും ട്രംപിന് മേലുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ. അതിൻ്റെ പ്രതികാരം കൂടിയായാണ് കൂടെ നിൽക്കാത്ത രാജ്യങ്ങളെ മുൻനിർത്തി പ്രതികാര നടപടി. എന്തായാലും ഇനിയും യുദ്ധം തുടർന്നു പോവുക എന്നത് ട്രംപിനെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. നെതന്യാഹുവിൻ്റെ പ്രേരണ പഴയ പോലെ ഫലിക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് രണ്ടാം വട്ട ചർച്ച നീണ്ടുപോയാലും യുദ്ധത്തിനൊരു അവസാനം ലോകമാകെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏതു മട്ടിലായി തീരും എന്നതാണ് ആശങ്ക. അധികം വൈകാതെ നല്ല ഫലം വരും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.